കൂട്ടുകാരെ, ഇന്ന് ഞാൻ നമുക്കെല്ലാം ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എൻ്റെയൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞു പോയി. അപ്പോൾ ആ കഴിഞ്ഞ കാര്യങ്ങൾ മറ്റാർക്കെങ്കിലും അത് പ്രയോജനപ്പെടുമെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും ഞാനത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. കല്യാണ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. മക്കളുടെയൊക്കെ കല്യാണം വരുമ്പോൾ നമ്മൾ ഒരുപാട് പ്രയാസമാണ്. എൻ്റെയൊക്കെ കൊച്ചുമോടെ കല്യാണം ഒറ്റ മാസം കൊണ്ടാണ് വന്ന്. ഒരു മാസത്തെ അവധിയെ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ വെപ്രാളപ്പെടും. ഇത്രയും സമയം കൊണ്ട് നമുക്കിത് നടക്കുമോ, ഇത്രയും സമയം കൊണ്ട് എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്, അങ്ങനെയൊക്കെ. അപ്പം നേരത്തെയൊക്കെ കല്യാണം വന്നതുകൊണ്ട് അതിൻ്റെ പോരാഴികയും നമുക്ക് അതിൽ തിരുത്താൻ പറ്റും. നേരത്തെ നമ്മുടെ വീട്ടിൽ നേരത്തെയൊക്കെ ഇവരുടെ മൂത്ത ആളുകളുടെയൊക്കെ കല്യാണം അല്ലെ നമ്മുടെ അതുപോലെ അടുത്ത ബന്ധുക്കളുടെയൊക്കെ ആകുമ്പോൾ നമ്മളത് കുറച്ച് കണ്ടും കൂടി ഇരിക്കുന്നത് കൊണ്ട് നമുക്കത് കുറച്ചിങ്ങനെ തിരുത്താൻ പറ്റും. ഞാൻ എൻ്റെ കൊച്ചുമോടെ കല്യാണം ഈ ഒറ്റ മാസം കൊണ്ട് ഒരു വെപ്രാളവും ധൃതിയും ഒന്നുമില്ലാതെ തന്നെ ഞങ്ങൾ നടത്തി എടുത്തു. അതിൻ്റെ ടിപ്സ് ഞാൻ കുറച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ആദ്യം തന്നെ ഞാൻ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ആദ്യം തന്നെ 200 പേജിൻ്റെ ഒരു ബുക്ക്, നിങ്ങൾക്ക് ഇപ്പം ചിരി വരുമായിരിക്കും, പേജിൻ്റെ ഒരു ബുക്കും ഒരു പേനയും കൂടെ എടുത്തിട്ട് ഞങ്ങൾ ആദ്യം തന്നെ ആ പേജ് ഓരോ പേജുകളിലായിട്ട് നമ്മൾ 1 by 1 ആയിട്ട് ഓരോ പേജിലും ഇങ്ങനെ നമ്മൾ മാർക്ക് കൊടുത്ത് വേണം അത് എഴുതാൻ. ആദ്യം തന്നെ നമുക്കിപ്പോൾ ഇങ്ങനെ ധൃതി വെച്ച് വരുമ്പം നമുക്ക് കല്യാണ മണ്ഡപമൊക്കെ കല്യാണ സീസണാണെങ്കിൽ നല്ല മണ്ഡപമൊക്കെ കിട്ടാൻ നമുക്ക് പ്രയാസം വരും. അപ്പോൾ അതാണ് നമുക്ക് ആദ്യമേ അന്വേഷിക്കേണ്ടതായിട്ടുള്ളത് കാര്യം. മണ്ഡപം നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ കൈകളിലൊക്കെ പൈസ ഉണ്ടെങ്കിൽ ഇതെല്ലാം സാധിക്കും. പക്ഷെ നല്ല മണ്ഡപമൊക്കെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അത് ബുക്കിങ്ങിലൊക്കെ ആയിക്കഴിഞ്ഞാൽ. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ഫോട്ടോഗ്രാഫർ, അത് കഴിഞ്ഞ് സദ്യയുടെ കാര്യം, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ അപ്പം മണ്ഡപം ബുക്ക് ചെയ്തിരുന്ന ഉടനെ നമുക്ക് അവിടെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യിക്കാം. കാര്യം കല്യാണ ദിവസത്തിൻ്റെ അന്നത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് വരുമല്ലോ. അത് ഞങ്ങൾക്ക് മണ്ഡപംകാർ തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ബുക്കിൽ എഴുതുകയാണ് എല്ലാം. ഓരോ ദിവസവും ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആദ്യമേ നമ്മൾക്ക് വേണമെങ്കിൽ റഫായിട്ട് എഴുതാം. എഴുതി അങ്ങോട്ട് ലൈനിട്ട് 1 by 1 ആയിട്ട് നമ്മൾ എഴുതി പോകും. പിന്നെ നമുക്ക് സ്വർണം എടുക്കുക, ഡ്രസ്സ് എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതും കൂടെ നമ്മൾ ഏത് ദിവസമാണ് പോകുന്നതെന്ന് വരെയും നമ്മൾ ഈ ബുക്കിലെഴുതി തയ്യാറാക്കി വെക്കണം. കാര്യം നമുക്ക് ആ ദിവസം തന്നെ അത് ചെയ്ത് തീർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകത്തില്ല. നമ്മൾ എഴുതി തയ്യാറാക്കി വെക്കുമ്പം നമുക്ക് മറവി ഉണ്ടാകും. നമുക്കെല്ലാം മറവി ഉണ്ടല്ലോ. അപ്പോൾ ആ മറവി നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് മാറിക്കിട്ടും. അതിനാണ് ഈ എഴുതി തയ്യാറാക്കി വെക്കുന്നത്. അപ്പം നമുക്ക് ഈ ബുക്ക് ഒന്ന് മറിച്ച് നോക്കിയാൽ മതിയോ നമ്മൾ ഇന്ന ദിവസം ഇടത്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ബാങ്ക് ഇടപാടുകളും പൈസ കാര്യങ്ങളും ഒക്കെ ചില ദിവസം സെക്കൻഡ് സാറ്റർഡേ ഞായറാഴ്ച ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പൈസയൊക്കെ എടുക്കാനോ അല്ലെങ്കിൽ അത് ബാങ്കിൽ നേരത്തെ പറയുക ഇങ്ങനെ. പിന്നെ സ്വർണം എടുക്കാൻ ഒരു ദിവസം ഫുള്ള് നമുക്ക് വേണം. അപ്പോൾ അതും എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ദിവസങ്ങൾ എഴുതി അങ്ങനെ പോകണം. ആ കറക്റ്റ് ദിവസത്തിൽ തന്നെ അത് ചെയ്യണം. പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് അതിൻ്റെ അടുത്ത പടിയായിട്ട് വരുന്നത് നമ്മൾ കല്യാണം വിളിക്കുക എന്നുള്ളതാണ്. കല്യാണം വിളിക്കാൻ ഇപ്പം അച്ഛനെ അമ്മ മക്കളൊക്കെ ആകുമ്പം ആദ്യം അമ്മയുടെ ഇപ്പം എൻ്റെ ബന്ധുക്കളെയും എൻ്റെ കൂട്ടുകാരെയും കാര്യങ്ങളും ഒക്കെ എനിക്കേ അറിയത്തുള്ളൂ. അപ്പം ഞാൻ തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം എൻ്റേത്. എന്നിട്ട് ആ ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഈ ബുക്കിൽ തന്നെ നമ്മളത് പകർത്തണം. കാര്യം ഈ ബുക്കിലാണ് നമ്മുടെ എല്ലാ സംഭവങ്ങളും നമ്മൾ നോട്ട് ചെയ്യുന്നത്. അപ്പോൾ അച്ഛനെ ഏൽപ്പിക്കണം. അച്ഛൻ്റെ ആരൊക്കെ ഉണ്ട്, സഹോദരങ്ങളെ അല്ലെങ്കിൽ ആരുടെ ബന്ധുക്കളെ ദൂരെയുള്ളവരെ എല്ലാം
കുട്ടികളുടേത് അവർക്ക് ചിലപ്പം ജോലിയുള്ളവരാണെങ്കിൽ അവർക്ക് കൂടെ ജോലി ചെയ്യുന്നവരെ, പഠിച്ച സഹപാഠികളെ അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിള്ളേരുടെ കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കണം. എന്നിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും ഈ ബുക്കിലായിരിക്കണം നമ്മുടേതുള്ളത്. ഇത് മറിച്ച് നോക്കിയാൽ നമുക്ക് എല്ലാം ഇതിൽ നിന്ന് കിട്ടണം. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഫോൺ, ചിലരെയൊക്കെ നമുക്ക് നല്ല സ്നേഹമുള്ളവർ, ദൂരെയൊക്കെ ഉള്ളവർ, നമുക്കറിയാം അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ. അവരെ നമ്മൾ വിളിക്കുമ്പോഴേ അവർ പറയും, നിങ്ങൾ ഫോൺ വിളിച്ചാൽ മതി, ഞങ്ങളുടെ അടുത്ത് വരണ്ട. ഞാൻ അങ്ങനെയൊക്കെ ഒത്തിരി പേര്, എൻ്റെ റിലേറ്റീവ്സൊക്കെ ദൂരെയുള്ളവരോടൊക്കെ പറയും, എനിക്ക് ഫോൺ ചെയ്താൽ മാത്രം മതി. കാര്യം നമുക്ക് ഇത്രയും സമയമേ ഉള്ളൂ, ഈ ഒരു മാസത്തിൻ്റെ അകത്ത് നമുക്കിതെല്ലാം ചെയ്ത് തീർക്കണം. അതുകൊണ്ട് അവരത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ദൈവമേ, നമ്മുടെ കാര്യത്തിൽ അവരൊരു ഇത് നമുക്ക് തന്നല്ലോ എന്ന്. പക്ഷേ പിന്നെ ഇതിൽ ഉൾപ്പെടാത്ത കുറച്ച് പേരുണ്ട്, പ്രായമുള്ളവർ. അത് ചിലപ്പോൾ അപ്പച്ചി, വല്യച്ഛൻ, ഇങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും. പക്ഷെ അവരെ പോയി കണ്ട് ചിലപ്പോൾ അവർക്ക് വരാനും പറ്റത്തില്ലായിരിക്കും. അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് നമ്മൾ അവരെ ഒന്ന് പോയി കാണാൻ അതിൻ്റെ ദിവസവും നമ്മൾ എഴുതി അങ്ങ് വെക്കണം. എന്നിട്ട് അവരോട് വേണേ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കണം, നമ്മൾ ചെല്ലുന്നുണ്ടെങ്കിൽ അവരവിടെ കാണത്തക്ക രീതി, ഞങ്ങൾക്ക് ഇന്ന് വരാനാ സൗകര്യം, ഞങ്ങൾ ഇന്ന് വരും. കാര്യം ദൂരെയൊക്കെ ആകുമ്പോൾ അവരൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയുക. നമ്മൾ ആ ദിവസം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ദിവസത്തിൽ തന്നെ നമുക്ക് പോകണം. അതിനുവേണ്ടി അവരെ നേരത്തെ അറിയിക്കുന്നത്. അങ്ങനെ പിന്നെ തുണിയൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് ബന്ധുക്കൾക്കൊക്കെ ചിലരൊക്കെ തുണിയൊക്കെ എടുത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. വേണമെങ്കിൽ ഞങ്ങളൊരു തുണി എടുക്കുന്നു, ഇതിൻ്റെ കളറ് കാര്യങ്ങളെയൊക്കെ നമ്മൾ തന്നെ സെലക്ട് ചെയ്യുന്നെങ്കിലും ഒത്തിരി സ്നേഹമുള്ളവരോടാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് ചോദിച്ചാൽ അത് അവർക്കും ഒരു സന്തോഷം. നമ്മളെടുത്ത് കൊടുക്കുന്നത് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതും ഇതെല്ലാം ഇത് കുറിച്ച് തന്നെ വെക്കണം. നമ്മുടെ ഈ ബുക്കിൽ ഈ 200 പേജിൻ്റെ ബുക്ക് എടുക്കുമ്പോൾ നമുക്കെല്ലാം കിട്ടത്തക്ക പോലെ നമ്മൾ ഈ ബുക്കിൽ എഴുതി വെക്കുമ്പോൾ നമുക്ക്